ഞങ്ങളുടെ നഗരത്തില് റോങ് വേ മാൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. ചിലര് പറയും നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ റോഡിന്റെ സൈഡിൽ ആ പുള്ളി നിൽക്കുന്നത് കാണാമെന്ന്. ചിലര് പറയുന്നത് ആളെ എപ്പോഴും കാണുന്നത് നമ്മള് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയില്ലേ അപ്പോഴാണെന്നാ. ഞാൻ ഈ റോങ് വേ മാന്റെ പിക്ചേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഈ ടെക്സ്റ്റ് മെസ്സേജസിലൂടെ ഒക്കെ ഷെയർ ചെയ്ത് ചാറ്റിലൂടെ ഒക്കെ അങ്ങനെ ഷെയർ ചെയ്ത് തന്നെയാണ് ഈ പിക്ചേഴ്സ് ഒക്കെ. പക്ഷെ വിയേർഡ്ലി ഈ ഫോട്ടോസ് ഒന്നും ഞാൻ ഇന്റർനെറ്റിലോ അവിടെ എവിടെയൊക്കെ പോസ്റ്റ് ചെയ്തേക്കുന്നതോ ഒന്നും കണ്ടിട്ടില്ല. ഒക്കെ ഈ ചാറ്റ് വഴി ഫ്രണ്ട്സ് ഷെയർ ചെയ്യുന്നത്, കൊളീഗ്സ് ഷെയർ ചെയ്യുന്നത്, ഫാമിലി ഷെയർ ചെയ്യുന്നത് അങ്ങനെ വന്നിട്ടുള്ളൂ. ആരും അത് പോസ്റ്റ് ചെയ്യാത്തത് അവർക്ക് ഭയം കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഏതോ ഒരാള് ഇങ്ങനെ ഒരു വേഷം കിട്ടി റോങ് വേ മാൻ ആണ് എന്ന് പറഞ്ഞു നടക്കുന്ന എന്തോ ഒരു തട്ടിപ്പായിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത്. ഈ റോങ് വേ മാനെ കാണാൻ എങ്ങനെയിരിക്കും എന്ന് ചോദിച്ചാൽ ആള് കീറി പറഞ്ഞ വസ്ത്രങ്ങള് തല തിരിച്ചിട്ടാണ് ഇടാറ്. ഒരു നോർമൽ ഫ്ലാനൽ ഷർട്ടും ജീൻസും ആണ് വേഷം. ആളുടെ മുഖത്ത് ഒരു ചിരി പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണെങ്കിൽ സ്കേറിയില് റിയലിസ്റ്റിക് ആണ് കാണാൻ. പക്ഷെ ആള് സൈഡിലേക്ക് തിരിയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അത് ശരിക്കുള്ള ഒരു മുഖം, അതൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു പ്ലേസാ. ആളെ കാണുമ്പോൾ തോന്നുന്നത് ആളുടെ മുടി മുഴുവൻ മൊട്ടയടിച്ചിട്ട് തലയുടെ ബാക്കില് ഒരാളുടെ പടം വരച്ച് വെക്കും, ഒരു മുഖം പെയിന്റ് ചെയ്ത് വെക്കും. എന്നിട്ട് ആളുടെ റിയൽ മുഖം വരുന്ന സ്ഥലത്ത് അയാള് ഷോൾഡർ വരെ ഇറക്കമുള്ള ഒരു വിഗ് വെച്ച് കവർ ചെയ്യും. ഈ റോങ് വേ മാനെ കണ്ടിട്ടുള്ളവര് പറയുന്നത് അവർ ഈ റോങ് വേ മാനെ കാണുകയാണെങ്കിൽ അവര് വീട്ടിലേക്ക് പോവില്ല. അവര് അടുത്തുള്ള ഫ്രണ്ട്സിന്റെ ഫാമിലിയുടെ വീട്ടിലേക്ക് ഒരാഴ്ചയെങ്കിലും അവിടെ നിന്നതിന് ശേഷം മാത്രം അവർ വീട്ടിലേക്ക് തിരിച്ചു പോകാറുള്ളൂ. പെട്ടി പാക്ക് ചെയ്യാൻ വേണ്ടി പോലും നമ്മുടെ വീട്ടിലേക്ക് കയറരുത് എന്നാണ് അവർ പറയാറ്. പക്ഷെ ഞാൻ ഒരു മാസമെങ്കിലും വെയിറ്റ് ചെയ്യണമെന്നും കേട്ടിട്ടുണ്ട്. വീട്ടിലേക്ക് പോകുന്ന വഴി ഈ റോങ് വേ മാനെ കാണുകയാണെങ്കിൽ വീട്ടിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല. ഏറ്റവും ചുരുങ്ങിയത് ഒരാഴ്ച കാത്തിരുന്നിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ. ഇതൊക്കെ വെറും വിഡ്ഢിത്തരാണ്, കെട്ടുകഥകളാണെന്നാണ് ഞാൻ ഇത്രയും നാള് വിചാരിച്ചുകൊണ്ടിരുന്നത്. ഞാനും എന്റെ ഗേൾ ഫ്രണ്ടും ഒരു മൂവി കഴിഞ്ഞിട്ട് എന്റെ വീട്ടിലേക്ക് പോവായിരുന്നു. പോകുന്ന വഴിക്ക് എന്റെ ഗേൾ ഫ്രണ്ട് ഈ ഒരു റോങ് വേ മാനെ കണ്ടു. അവൾ എന്റെ അടുത്ത് വണ്ടി സ്ലോ ആക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഞാൻ ആ റോങ് വേ മാനെ കണ്ടെന്ന്. കേറ്റി, അതായത് എന്റെ ഗേൾ ഫ്രണ്ട്, ഞങ്ങളുടെ നാട്ടില് താമസം മാറിയിട്ട് ഒരു 1/2 വർഷമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ഫണ്ണായിട്ടുള്ള ഓരോ കാര്യങ്ങൾ അവൾക്ക് ഷെയർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റോങ് വേ മാനെ കുറിച്ചുള്ള കാര്യം ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ചു ദിവസം മുന്നാണ് ഇയാളെ കുറിച്ച് ഞാൻ കേറ്റിനോട് പറഞ്ഞത്. കറക്റ്റ് അതിനുശേഷം പെട്ടെന്ന് തന്നെ ഇയാളെ ഞങ്ങൾ കാണുന്നത് വേറൊരു കോയിൻസിഡൻസ് ആയിരിക്കുമോ? കാരണം ഞാൻ ഒരിക്കലും ഈ റോങ് വേ മാനെ നേരിട്ട് കണ്ടിട്ടില്ല. പിക്ചേഴ്സിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ നേരിട്ട് കണ്ടിട്ടില്ല. ആക്സിലേറ്ററിൽ നിന്ന് കാല് മാറ്റുമ്പോൾ എന്റെ കാല് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അർദ്ധരാത്രി ആവാൻ പോകുന്ന സമയമായോണ്ട് തന്നെ നല്ല ഡാർക്കായിരുന്നു. അവിടെ സ്ട്രീറ്റ് ലൈറ്റും ഇല്ലായിരുന്നു, ഉണ്ടെങ്കിൽ തന്നെ അത് ഓഫായിരുന്നു. എന്റെ കാറിന്റെ ഹെഡ്ലൈറ്റ് അയാളുടെ ഭാഗത്തേക്ക് അടിച്ചു. റോഡിന്റെ അപ്പുറത്ത് ഞങ്ങൾ കണ്ടത് അയാള് ഞങ്ങളുടെ നേരെ തിരിഞ്ഞേക്കാണ്. ശരിക്കും പറഞ്ഞാൽ അയാളുടെ പുറകിൽ പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഫേസ്, അതാണ് ഞങ്ങളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നത്. ആ ഫ്ലാനൽ ഷർട്ടും ജീൻസും വിഗും. ആളുടെ കൈയും കാലൊക്കെ കണ്ടാൽ നല്ല പന്തികേട് തോന്നും. ആളുടെ ക്ലോത്ത്സിൽ കൂടെ ആളുടെ കൈയും കാലൊക്കെ ഓപ്പോസിറ്റ് ആക്കിയിട്ട് കുത്തി കയറ്റി വെച്ചതുപോലെയാണ്. എനിക്ക് ഈ ഒരു രൂപവും വേഷമൊക്കെ കണ്ട് ചിരിക്കാനായിരുന്നു ആഗ്രഹം. പക്ഷെ ശരിക്കും എനിക്കുണ്ടായത് പേടിയായിരുന്നു. ഞങ്ങള് ഏകദേശം ഒരു 10 അടി അകലെത്തിയപ്പോൾ ആളുടെ പെയിന്റ് അടിച്ച മുഖം ഞങ്ങളുടെ നേരേക്ക് തിരിച്ചു. ആളുടെ റിയലിസ്റ്റിക് ആയി തോന്നിക്കുന്ന ആ പെയിന്റ് അടിച്ച കണ്ണ് എന്നെ തന്നെ തുറിച്ചു നോക്കുന്നത് പോലെ ഉണ്ടായിരുന്നു കാണാൻ. ഞങ്ങൾ അതിലെ പാസ് ചെയ്ത് പോകുമ്പോൾ ആ ടെൻഷൻ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകുന്ന വഴിക്ക് ആളെ നോക്കി കൈ വീശി കാണിച്ചു. ഒപ്പം ഞാൻ ചിരിക്കുകയും ചെയ്തു. അയാൾ തിരിച്ചൊന്നും ചെയ്തില്ല. ഞാൻ കേറ്റിനെ നോക്കി. അപ്പൊ അവളും ആളെ നോക്കി വേവ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അവള് ചിരിക്കുന്നുണ്ടായിരുന്നില്ല. അയാളുടെ ആ മിനുസമുള്ള മുഖവും അവിടെ ഒരു മുഖം ഉണ്ടായിരുന്നു എന്ന് എന്നെ കൊണ്ട് തോന്നിച്ച ആ ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷനൊക്കെ തകർക്കാൻ വേണ്ടി ഞാൻ പോകുന്ന വഴിക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി. അത് തകർന്നു. പക്ഷെ എങ്ങനെയോ അത് ഞങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തി. മാത്രമല്ല, ഞങ്ങൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയപ്പോൾ ഞാൻ റിയർ വ്യൂ മിററിൽ കൂടെ നോക്കിയപ്പോൾ ആള് ഇട്ടിട്ടുണ്ടായിരുന്ന ആ തോളറ്റം വരുന്ന ആ ഒരു വിഗിന്റെ താഴെ എന്തോ തിളങ്ങുന്നത് ഞാൻ കണ്ടു. പിന്നെ അവൻ ഇരുട്ടില് മറഞ്ഞുപോയി. ആള് പെട്ടെന്ന് ഇങ്ങനെ മാഞ്ഞു പോയപ്പോ എനിക്ക് പേടിയായി അതങ്ങനെ ഞങ്ങളുടെ പിന്നാലെ വരുന്നുണ്ടാവുമെന്ന്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് സ്പീഡ് കൂട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യും എന്ന് കേറ്റി എൻ്റെ അടുത്ത് ചോദിച്ചു. നിന്റെ വീട്ടിലേക്കോ എന്റെ വീട്ടിലേക്കോ ഇനി പോകാൻ പറ്റില്ലല്ലോ.
ഞാൻ തിരിഞ്ഞ് അവളെ നോക്കി. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചിരി വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അർദ്ധരാത്രി കഴിഞ്ഞ് നമ്മൾ റോങ് വേ മാനെ കണ്ടെന്നും ഉടനെ തന്നെ നമ്മൾ വീട്ടിലേക്കും പോയെന്നും നമുക്ക് എല്ലാവരോടും പറയാലോ. കേട്ടി ചോദിച്ചു, ആരായിരിക്കും ഈ റോങ് വേ മാൻ ആയിട്ട് അഭിനയിക്കുന്നത്, അവരെന്തിനായിരിക്കും അത് ചെയ്തത്, നമ്മൾ തിരിച്ചു പോയി അയാളോട് സംസാരിക്കണോ എന്നൊക്കെ. ഞാൻ പറഞ്ഞു, അതൊന്നും വേണ്ട, അവര് ഡേഞ്ചർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. പിന്നെ ഈ റോങ് വേ മാൻ എന്നൊരു ലെജൻഡ് നിലനിർത്താൻ വേണ്ടി ആരെങ്കിലും ഒക്കെ ഇങ്ങനെ വേഷം കെട്ടുന്നതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ കേട്ടി പറഞ്ഞു, ഇത് നിന്റെ കാറാണ്, എൻ്റെ കാറായിരുന്നെങ്കിൽ. അപ്പൊ ഞാൻ, ശരി, നമുക്ക് തിരിച്ചു പോയി നോക്കാം. എൻ്റെ മുത്തശ്ശൻ പറയാറുണ്ടായിരുന്നു, ഏത് വഴി തിരിയണമെന്ന് സംശയമുണ്ടെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാവുന്നത് വരെ ഒരു യൂ ടേൺ എടുക്കാൻ. ജീവിതത്തിലും അതൊരു മെറ്റഫോറായിട്ട് യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ യൂ ടേൺ എടുത്തപ്പോൾ എൻ്റെ നെഞ്ച് വല്ലാതെ ഇടിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ആ ഇരുണ്ട തെരുവിലൂടെ മുഴുവൻ ദൂരവും ഓടിച്ചു പോയി. എന്നിട്ടും ആ വ്യക്തിയെ പിന്നീട് കണ്ടില്ല. ആ ഒരു വഴി 2 മൈലോളം നീണ്ടു കിടക്കുന്നതാ. അതുകൊണ്ട് എത്ര വേഗത്തിൽ ഓടിയാലും ആ വഴി കഴിഞ്ഞു പോകാൻ പറ്റില്ല. റോങ് വേ മാൻ ആയിട്ട് വേഷം കെട്ടിയ ആള് റോഡിന്റെ അടുത്തുള്ള കാട്ടിലേക്ക് പോയി കാണുന്നു ഞാനും കേറ്റിയും വിശ്വസിച്ചു. ഞങ്ങൾ കാറിൽ തിരിച്ചു പോകുമ്പോൾ അവർ കാട്ടിൽ ഒളിച്ചിരിക്കുന്നുണ്ടായിരിക്കുമെന്ന ഒരു ചിന്ത എൻ്റെ ബോഡിയിൽ എന്തൊക്കെയോ ജീവികൾ ക്രോൾ ചെയ്യുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടാക്കി. ഞങ്ങൾ വീണ്ടും ഒരു യൂ ടേൺ എടുത്തു. ആ സമയത്തൊക്കെ ഏതെങ്കിലും ആള് എവിടുന്നെങ്കിലും ചാടി വീഴുമോ എന്നറിയാൻ വേണ്ടി ഞാൻ എപ്പോഴും ഇങ്ങനെ ചുറ്റും നോക്കി. അങ്ങനെ അധികം താമസിയാതെ തന്നെ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലേക്ക് എത്തി. ഞാനും കേറ്റിയും ആ ഒരു സംഭവം ചിരിച്ചു തള്ളാനൊക്കെ നോക്കി, വേറെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ നോക്കി. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല പേടിയുണ്ടായിരുന്നു. വേറെ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ നോൺ സ്റ്റോപ്പ് സംസാരിക്കാതിരിക്കാനോ ഇടയ്ക്കിടയ്ക്ക് ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കാതിരിക്കാനോ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ല. ഞങ്ങൾ എൻ്റെ സബ് ഡിവിഷനിലേക്ക് തിരിഞ്ഞു, പിന്നെ എൻ്റെ സ്ട്രീറ്റിലേക്ക് തിരിഞ്ഞു. അവിടേക്ക് തിരിഞ്ഞതും എല്ലാം മാറി മറിഞ്ഞു. എൻ്റെ സ്ട്രീറ്റിലേക്ക് കയറിയ ഉടനെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നതിന് പകരം പിന്നോട്ട് പോയി. നീ റിവേഴ്സ് ഗിയറിലാണോ ഇട്ടത് എന്ന് ചോദിച്ചുകൊണ്ട് കേറ്റി എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അവളുടെ കൈ ഐസ് പോലെ തണുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കാർ നിർത്തി. ഞങ്ങൾ രണ്ടുപേരും താഴേക്ക് നോക്കി. കാർ ഡ്രൈവ് മോഡിൽ തന്നെയായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നത്. ഞാൻ ബ്രേക്കിൽ നിന്നും കാലെടുത്ത് വീണ്ടും ആക്സിലറേറ്ററിൽ വെച്ചു. വീട്ടിലേക്ക് തിരിയുമ്പോൾ സ്ഥിരമായിട്ട് കാണാറുള്ള വീടുകൾ ഞങ്ങളിൽ നിന്ന് അകന്നു പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. ചിലപ്പോൾ എൻ്റെ കാറിൻ്റെ വല്ല കുഴപ്പമായിരിക്കും, ഞാൻ പറഞ്ഞു. പക്ഷെ വീണ്ടും ഞാൻ മുന്നോട്ടെടുക്കാൻ നോക്കിയപ്പോൾ ഞാൻ സൈഡിലേക്കും റിയർവ്യൂ മിററിലേക്കും നോക്കി. ഞങ്ങൾ നീങ്ങുന്നുണ്ടായിരുന്നില്ല. മുന്നിൽ ഞങ്ങൾ കാണുന്ന കാഴ്ച വെച്ച് നോക്കുമ്പോൾ ആക്സിലറേറ്റർ ചവിട്ടുമ്പോഴെല്ലാം ഞങ്ങൾ പിന്നിലേക്ക് പോകായിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഞങ്ങൾ ആ സ്ഥലത്ത് നിന്ന് അനങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. അവിടെ ഒരുപാട് വെളിച്ചമുണ്ടായിരുന്നു, ഒരുപാട് സ്ട്രീറ്റ് ലൈറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വെളിച്ചക്കുറവ് കാരണം തോന്നുന്നതാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാനും പറ്റില്ല. നമുക്ക് ഇവിടെ നിന്ന് പോവാം എന്ന് കേറ്റി പതിഞ്ഞ ശബ്ദത്തിൽ പിറുപിറുത്തുകൊണ്ട് പറഞ്ഞു. അതെ, ഞാനും പറഞ്ഞു. പക്ഷെ എങ്ങനെ പോവും? റിവേഴ്സിലിട്ട് നോക്കുമെന്ന് കേറ്റി പറഞ്ഞു. ഞാൻ റിവേഴ്സ് ഇട്ടപ്പോൾ കാറ് മുന്നോട്ട് പോയി. പക്ഷെ സൈഡിലൂടെയും റിയർവ്യൂ മിററിലൂടെയും നോക്കുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല. ഞാൻ എൻ്റെ അയൽപ്പക്കത്തുള്ള വഴിയിൽ കുടുങ്ങിപ്പോയതുപോലെ എനിക്ക് തോന്നി. കേറ്റിയും ഞാനും കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് വഴിയിലൂടെ ആരോ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഞങ്ങൾ കാണുന്നത്. വണ്ടിയുടെ മുൻവശത്തു നിന്നാണ് അയാൾ വരുന്നത്. അതുകൊണ്ട് ദൂരം എത്രയുണ്ടെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഏകദേശം 20 അടി അകലെയാണെന്ന് എനിക്ക് തോന്നി. ഇത് റിയലൈസ് ചെയ്യാൻ എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും സമയം വേണ്ടി വന്നതെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ എനിക്കത് അറിയാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കും. പക്ഷെ അതെന്റെ നെയ്ബർ ആണെന്ന് ഞാൻ അയാളുടെ തലയുടെ പിൻവശം കണ്ട് മനസ്സിലാക്കി. അയാളുടെ ശരീരപ്രകൃതവും കണ്ടാൽ മനസ്സിലാവും. പക്ഷെ എന്തോ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഞാൻ വണ്ടി ഓടിച്ചു പോകുമ്പോൾ അദ്ദേഹം തോട്ടത്തിൽ പണിയെടുക്കുന്നത് ഞാൻ കാണാറുണ്ട്. അദ്ദേഹം പിന്നിലോട്ട് നടന്നാണ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. കുറച്ചും കൂടെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം നിന്നു. എന്നിട്ട് പ്ലേ ആൻഡ് പ്ലേ ആൻഡ് പ്ലേ ആൻഡ് പ്ലേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അനങ്ങാതെ നിന്ന് ഞങ്ങൾക്ക് പുറം തിരിഞ്ഞായിരുന്നു അയാളുടെ നിൽപ്പ്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അയാൾ ഹെൽപ്പ് മീ എന്ന് റിവേഴ്സിൽ പറയുകയായിരുന്നു. ഞാൻ വിൻഡോ താഴ്ത്തി. മിസ്റ്റർ നെൽസൺ, എന്താ പറ്റി? അദ്ദേഹം അലറുന്നത് നിർത്തി. ഞാൻ ഇപ്പോൾ ജനൽ താഴ്ത്തി വെച്ചിട്ടുണ്ടായിരുന്നുകൊണ്ട് അയാളുടെ ബോഡി ഞെരിയുന്നതും പൊട്ടുന്നതും എനിക്ക് കേൾക്കാമായിരുന്നു. കൈകളുടെയും കാലുകളുടെയും ജോയിന്റ്സ് ഒക്കെ പൊട്ടിത്തിരിഞ്ഞപ്പോൾ ആ ഗ്യാപ്പിൽ കൂടെയൊക്കെ ചോര ഒലിക്കുന്നത് ഞാൻ കണ്ടു. മിസ്റ്റർ നെൽസന്റെ തല മുഴുവനായി ഞങ്ങളുടെ നേരെ ട്വിസ്റ്റായി.
ട്വിസ്റ്റ് ആയതും അയാളുടെ കണ്ണിലെ വെളിച്ചം അണഞ്ഞു പോകുന്നത് ഞാൻ കണ്ടു. പിന്നെ മിസ്റ്റർ നെൽസന്റെ ബോഡി കീഴടക്കിയ ആ സാധനം അതിന്റെ പുതിയ ബോഡിയിലൂടെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു. അയാൾ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തപ്പോൾ തന്നെ ഞാനും കേറ്റിയും അലറിക്കരഞ്ഞു. വിചിത്രമായ മനുഷ്യന്റേതല്ലാത്ത കാലുകൾ കൊണ്ട് മിസ്റ്റർ നെൽസൺ നടക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ജനൽ ഉയർത്തി. അയാളുടെ കൈയും കാലൊക്കെ ഇപ്പൊ ഓപ്പോസിറ്റിലേക്ക് തിരിഞ്ഞതുകൊണ്ട് തന്നെ അത് കാണുമ്പോൾ ഒരു വലിഞ്ഞ നീണ്ട രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. കാർ ഇപ്പോഴും റിവേഴ്സ് ഗിയറിലിരിക്കെ ഞാൻ ആക്സിലേറ്റർ ചവിട്ടി. മുൻവശത്തെ ജനലിലൂടെ നോക്കുമ്പോൾ ഞങ്ങൾ കുതിച്ചു പായുകയായിരുന്നു. പക്ഷെ സൈഡ് വ്യൂവിലും റെയർ വ്യൂവിലും ഞങ്ങൾ അനങ്ങാതെ നിൽക്കുമായിരുന്നു. ഞങ്ങൾ മിസ്റ്റർ നെൽസനെ ഇടിച്ചു തെറിപ്പിച്ചു. വിൻഡ് സ്ക്രീനിൽ രക്തം തെറിച്ചു. അയാളുടെ ദേഹത്തുകൂടെ കാറ് കയറി ഇറങ്ങിയപ്പോൾ കാർ ഒന്ന് പൊങ്ങുകയും താഴുകയും ചെയ്തു. പക്ഷെ സൈഡിലൂടെയോ റെയർ വ്യൂവിലൂടെയോ കാർ പൊങ്ങുന്നതോ താഴുന്നതോ ആയുള്ള ഒരു ലക്ഷണവും ഇല്ലായിരുന്നു. ഞങ്ങളുടെ ബാക്കിൽ അങ്ങനെ ഒരു ലംപ് ഉള്ളതായിട്ട് ഞങ്ങൾ അറിഞ്ഞില്ല. റിവേഴ്സിലിരുന്നിട്ട് മുന്നോട്ട് പോകാനായി ഞാൻ ആക്സിലറേറ്ററിൽ തന്നെ കാലുറപ്പിച്ചു. ഒരു അയൽവാസിയുടെ വീടിന്റെ ജനൽ തകരുന്നത് ഞാൻ കണ്ടു. എനിക്ക് കഷ്ടിച്ച് മാത്രം പരിചയമുള്ള ഒരു ദമ്പതികൾ മുട്ടയിൽ നിന്ന് ചിലന്തി കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നത് പോലെ അതിലൂടെ പുറത്തേക്ക് ഇഴഞ്ഞു വന്നു. ജനൽ പൊട്ടിയ ചില്ലുകളിൽ ഉറഞ്ഞിട്ട് അവരുടെ ബോഡിയിൽ നിന്ന് ചോര വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. ജനൽ തുറക്കാൻ അറിയാത്തത് കൊണ്ടല്ല അവർ അങ്ങനെ ചെയ്തത് എന്ന് എനിക്കറിയാം. ഭാര്യ ജനലിനടുത്ത് നിന്നപ്പോൾ അവളൊന്ന് ചിരിച്ചു. എന്നിട്ട് മൂർച്ചയുള്ള ഒരു ചില്ലിൽ അവളുടെ തല വെച്ച് ഉരച്ചു. മാംസവും ചോരയും എല്ലാം പുറത്തേക്ക് ചാടി. അവരുടെ തലയോട്ടിലെ ആ ഒരു വെള്ള കളറ് ഞാൻ കണ്ടു. ആ സ്ത്രീയുടെ ഭർത്താവ് അപ്പോഴേക്കും നിലത്തെത്തി ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വരികയായിരുന്നു. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോയി. അവരും അവരുടെ വീടും അപ്രത്യക്ഷമായി. ഞങ്ങൾ അപ്പോഴും സ്ട്രീറ്റിന്റെ തുടക്കത്തിൽ തന്നെ കുടുങ്ങി കിടക്കുമായിരുന്നു. പിന്നെയും ഒരുപാട് ആളുകൾ അവരുടെ വീടുകളിൽ നിന്ന് ഇറങ്ങി വന്നു. അവരെല്ലാം അവരുടെ ശരീരം ഒടിഞ്ഞും തിരിഞ്ഞും ഭയങ്കര വികൃതമായ രൂപത്തിലാണ് പുറത്തേക്ക് വന്നത്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവര് തന്നെ അവരുടെ ബോഡിയിൽ ഒരുപാട് മുറിവ് ഏൽപ്പിക്കുന്നുണ്ടായിരുന്നു. അവരവരുടെ പിന്നോട്ട് തിരിഞ്ഞ കാല് വെച്ച് ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നു. അവരെ കുറിച്ചുള്ള എല്ലാം റോങ് വേ ആയിരുന്നു. ഞാൻ ബ്രേക്കിലൊന്ന് ചവിട്ടിപ്പോയി. നിർത്താതെ പോ, അവർ നമ്മളെ പിടിക്കും എന്ന് കേറ്റി അലറി. മുന്നിൽ ഞാൻ എന്റെ സ്വന്തം വീട്ടിലേക്കുള്ള വഴി കണ്ടു. കാണാൻ എന്നെ പോലെയുള്ള ഒരാൾ മുഖത്ത് പെയിന്റ് അടിച്ച് ഒരാളോട് സംസാരിക്കുകയാണ്. മുഖത്ത് പെയിന്റ് അടിച്ച ആൾ മുകളിലേക്കും താഴോട്ടും തലയാട്ടി. ഒരു റിയൽ ഫേസ് ചെയ്യുന്നത് പോലെ അത് തലയാട്ടി. പിന്നെ ആ വിഗ് തനിയെ ഇളകുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആ വിഗിന് താഴെയുള്ള യഥാർത്ഥ മുഖമാണ് ചുണ്ടുകൾ അനക്കുന്നതും ശ്വസിക്കുന്നതും സംസാരിക്കുന്നതും എന്ന്. റോങ് വേ മാൻ എന്നോട്, അല്ലെങ്കിൽ എന്നെ പോലെ ഇരിക്കുന്ന ഒരാളോട് സംസാരിക്കുകയായിരുന്നു. അതേസമയം കേറ്റി എന്റെ മുകളിലൂടെ കയറി ആക്സിലേറ്റർ ചവിട്ടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് എല്ലും മാംസവും മാത്രം ഒക്കെ പോലെ തോന്നിക്കുന്ന രണ്ട് ബോഡി ഞങ്ങളുടെ വിൻഷീൽഡിൽ വന്ന് ഇടിച്ചത്. തിളക്കമില്ലാത്ത കണ്ണുകൾ. ആ കണ്ണുകൾ എന്നെ തുറച്ചു നോക്കി. ആ കണ്ണുകൾ അവർക്ക് ജീവനില്ല എന്ന് പറഞ്ഞിട്ടും അവരുടെ ട്വിസ്റ്റ് ആയിട്ടുള്ള കൈകൾ ഞങ്ങളുടെ ജനലിൽ ഇടിച്ചുകൊണ്ടിരുന്നു. വിൻഷീൽഡിൽ ചിലന്തി വല പോലെ വിള്ളലുകൾ പടർന്നു. ആ വിള്ളലിന്റെ ഇടയിലൊക്കെ രക്തം തങ്ങി നിന്നു. കേറ്റിയെ സീറ്റിലേക്ക് പിടിച്ചിരുത്തിക്കൊണ്ട് ഞാൻ ആക്സിലേറ്റർ ആഞ്ഞു ചവിട്ടി. ഞങ്ങൾ ആ രണ്ടുപേരെയും തെറിപ്പിച്ചു കളഞ്ഞു. തൊട്ടു പിന്നിലെ ഒരു കുടുംബത്തെ മുഴുവൻ വണ്ടി ഇടിപ്പിച്ചു. കുറ്റബോധം തോന്നാൻ എനിക്ക് സമയമുണ്ടായിരുന്നില്ല. ഇവരെന്റെ അയൽക്കാരല്ല. ഇവർ കേറ്റിക്കും എനിക്കും മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. എന്റെ ചില എല്ലുകൾ ഒടിയുന്ന ശബ്ദം ഞാൻ കേട്ടു. ഇടിമുഴക്കത്തിന് മുന്നുള്ള മിന്നൽ പോലെ ഒരു നിമിഷത്തിന് ശേഷം എനിക്കത് അനുഭവപ്പെട്ടു. കേറ്റിയും ഞാനും ഏതാണ്ട് ഒരേ സ്വരത്തിൽ അലറി. വേദനയുടെയും ഭയത്തിന്റെയും ഒക്കെ ഉള്ള ഒരു കരച്ചിൽ. തല അനക്കരുത്. സീറ്റിൽ എന്റെ തല പുറകിലോട്ട് അമർത്തി പിടിച്ചുകൊണ്ട് ഞാൻ കേറ്റിയോട് അലറി പറഞ്ഞു, തല തിരിയാൻ അനുവദിക്കരുത്. നമ്മുടെ ബോഡിക്ക് എന്ത് തന്നെ സംഭവിച്ചാലും കുഴപ്പമില്ല, പക്ഷെ തല തിരിയരുത്. നമ്മളെ കൊല്ലാൻ അതിനെ അനുവദിക്കരുത്. എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് കേറ്റി കാർ എങ്ങനെയെങ്കിലും പുറത്തെത്തിക്കാൻ പറഞ്ഞു. യൂ ടേൺ എടുക്കുകയോ മറ്റെന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് എൻ്റെ മുത്തശ്ശൻ പറഞ്ഞ കാര്യം ഓർമ്മ വന്നത്. ഈ യൂ ടേൺ എടുക്കുന്ന കാര്യം. കാർ അപ്പോഴും മുന്നോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്, റിവേഴ്സ് ഗിയറിലാണെങ്കിൽ പോലും. ഞാൻ കാറ് ശക്തിയായി വെട്ടിച്ചു. ഞാൻ സൈഡിലേക്ക് നോക്കുകയോ മറ്റെന്തെങ്കിലും അവിടെ വരുന്നുണ്ടോ എന്ന് നോക്കുകയോ ഒന്നും ചെയ്തില്ല. ഞാൻ വന്ന വഴിയിലേക്ക് ഞാൻ വണ്ടി പറപ്പിച്ചു. റോങ് വേ മാൻ കാത്തിരുന്നു. ഡ്രൈവ് വേയും സ്ട്രീറ്റും ഒന്നിച്ചു ചേരുന്ന സ്ഥലത്ത്. അയാളുടെ പെയിന്റ് അടിച്ച മുഖം എന്നെ ചിരിച്ചു കാട്ടി. അതിന്റെ കണ്ണുകള് നല്ല ലോങ് ആയിരുന്നു. അതിന്റെ കണ്ണ് ചിമ്മാൻ പറ്റാത്ത വിധം വലുതായിരുന്നു, നീളത്തിലായിരുന്നു. ഞങ്ങൾ അയാളെയും പാസ് ചെയ്ത് നെയ്ബർഹുഡിൽ നിന്ന് പുറത്തു കടന്നു.
പക്ഷെ ഞാനും കേറ്റിയും അപകടത്തിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ അടുത്തുള്ള ഒരു പെട്രോൾ പമ്പിൽ നിർത്തി. എൻ്റെ കൈയും കാലൊക്കെ പകുതിയോളം ട്വിസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ചോരയും ഒലിക്കുന്നുണ്ടായിരുന്നു. ഞാനും കേറ്റിയും കാറിൽ നിന്ന് ഇഴഞ്ഞ് താഴെ ഇറങ്ങി അവിടുത്തെ കോൺക്രീറ്റ് ഇട്ട തറയിൽ കിടന്നു. ഞാൻ അപ്പോൾ തന്നെ ബോധം കെട്ടു. പക്ഷേ ആംബുലൻസ് വരുന്നത് വരെ കേറ്റിക്ക് ബോധം ഉണ്ടായിരുന്നു എന്ന് അവൾ എന്നോട് പറഞ്ഞു. എനിക്ക് അവളെ കുറിച്ചോർത്ത് സഹതാപം തോന്നി. ഒടിഞ്ഞ എല്ലുകളും മുറിഞ്ഞ ലിഗമെന്റ്സും മസിൽസും കാരണം ഞങ്ങൾ മാസങ്ങളോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരുന്നു. ഞങ്ങൾക്ക് പെർമനന്റ് ഡാമേജ് ഉണ്ടാവുന്നതിൽ ഞങ്ങളെ രക്ഷിച്ചത് എൻ്റെ കാറിലെ സീറ്റുകളായിരുന്നു. ഒരു കാർ അപകടത്തിൽ പെട്ടതാണെന്നാണ് ഞാൻ ഡോക്ടറോട് പറഞ്ഞത്. അവർ തലയാട്ടിക്കൊണ്ട് പിന്നെയും പിന്നെയും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഫൈനലി ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. ഞങ്ങൾ 2 പേരും പോയി. ഞാൻ വീട്ടിലേക്ക് പോകാൻ കാരണം അന്ന് ഞാൻ വണ്ടി ഇടിച്ച് കയറ്റിയ എൻ്റെ ഒരു നെയ്ബർ എന്നെ ഹോസ്പിറ്റലിൽ കാണാൻ വന്നതുകൊണ്ടാണ്. അവർക്ക് ഞങ്ങൾ അന്ന് കണ്ടതുപോലെ ഒരു കുഴപ്പവും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. റോങ് വേ മാൻ അവരെ ഉപദ്രവിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ വണ്ടി ഡാമേജായി. എനിക്കും കേറ്റിക്കും ശാരീരികമായും മാനസികമായും പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഞങ്ങളുടെ ശരീരങ്ങൾ ഭേദമായിക്കൊണ്ടിരിക്കുമ്പോഴും ഞങ്ങൾ ഇനി ഒരിക്കലും പഴയതുപോലെ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ ഫീൽ ദ റോങ് വേ.